ഗാസയിൽ ഇസ്രായേൽ എയർഫോഴ്സിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ എയർഫോഴ്സിന്റെ ആക്രമണം ഗാസ സ്ട്രിപ്പിലുടനീളമുണ്ടായത്. ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഗാസയിലെ യെല്ലോ ലൈനിൽ, അതായത് വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള യെല്ലോ ലൈനിന്റെ ഇപ്പുറത്തുള്ള ഇസ്രായേലി സൈനികർക്ക് നേരെ ആക്രമണം നടത്താൻ പദ്ധതിയിടുകയായിരുന്നു ഹമാസിന്റെ ഭീകരന്മാർ. ഗാസയിലെ ഹമാസിന്റെ സ്വാധീന പ്രദേശത്ത് നിന്നും ഈ യെല്ലോ ലൈനിലേക്ക് അതിവേഗം കുതിച്ചെത്താൻ തയ്യാറായി നിൽക്കുന്ന നിരവധി ഹമാസ് ഭീകരന്മാരുടെ ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഒപ്പിയെടുക്കുകയായിരുന്നു. പിന്നീട് ഈ വിവരം ഇസ്രായേലി സേനയ്ക്ക് ഡ്രോണുകൾ കൈമാറുകയായിരുന്നു. ഇസ്രായേലി സൈന്യത്തിന്, അതായത് വെടിനിർത്തൽ കരാർ പ്രകാരം യെല്ലോ ലൈനിന്റെ ഇപ്പുറത്ത് സമാധാനപരമായി നിൽക്കുന്ന ഇസ്രായേലി സൈന്യത്തിന് ഇത് കുഴപ്പമുണ്ടാക്കുമെന്നും അവരുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുമെന്നും തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ഇസ്രായേൽ എയർഫോഴ്സ് സടകുടഞ്ഞെണീറ്റു. അതിവേഗം തന്നെ ഇസ്രായേൽ എയർഫോഴ്സിന്റെ ആക്രമണം ഈ മേഖലകളിലേക്കുണ്ടായി. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തീമഴ പെയ്യിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആക്രമണത്തിലാണ് നിരവധി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടത്. പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാർ നോർത്തേൺ ഗാസയിലുണ്ടായ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഗാസയിൽ ഹമാസിനെതിരെയുള്ള ആക്രമണങ്ങളിൽ യാതൊരു കുറവും വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇസ്രായേലി സേന. ഹമാസിന്റെ സാന്നിധ്യം എവിടെയൊക്കെ കാണുന്നുണ്ടോ ആ മേഖലകളിലൊക്കെ തന്നെ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രായേലി സേന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ഖാൻ യൂനിസിന് സമീപം 5 കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂഗർഭ ടണൽ ഇസ്രായേൽ സേന തകർത്തു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാർ താമസിച്ചിരുന്ന ഒരു ഭൂഗർഭ ബങ്കറായിരുന്നു ഇത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച പല ഘട്ടങ്ങളിലും ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ ബങ്കറിനുള്ളിലെ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ടാണ് യുദ്ധം നിയന്ത്രിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഖാൻ യൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം പിടിച്ചെടുത്ത ഘട്ടത്തിലാണ് ഈ ബങ്കറുകളിൽ നിന്നും ഭൂഗർഭ ടണലുകളിൽ നിന്നും ഹമാസിന്റെ നേതാക്കന്മാർ മാറിയത്. ഈ ടണൽ റെയ്ഡ് ചെയ്ത ഇസ്രായേലി സേന കണ്ടെത്തിയത് 100 കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കളാണ്, ഗ്രനേഡുകളാണ്, അതുപോലെ തന്നെ മറ്റ് സ്ഫോടക വസ്തുക്കൾ, മറ്റ് ആയുധങ്ങൾ ഒക്കെ തന്നെ ഈ ബങ്കറുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. മാസങ്ങളോളം ഹമാസിന്റെ ഭീകരന്മാർക്ക് കഴിയാൻ വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങളടക്കം ഈ ബങ്കറുകൾക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നു. നിരവധി മുറികളുണ്ടായിരുന്നു. 5 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു ഈ ബങ്കറിന്. ഈ ബങ്കറിനുള്ളിലൂടെ വാഹനം പോലും കടന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ ഈ ബങ്കറുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഭൂഗർഭ ടണലുകളിൽ താമസിക്കുകയായിരുന്നു ഹമാസിന്റെ ഭീകരന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത്. എന്നാൽ 2023 ഒക്ടോബർ മാസം 7-ന് ഇസ്രായേലിലേക്ക് അവർ നടത്തിയ ആക്രമണം അവരുടെ ജാതകം തിരുത്തിക്കുറിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടുകൂടി എല്ലാ തരത്തിലുമുള്ള തിരിച്ചടികൾ ഹമാസിന് നേരിടേണ്ടി വന്നു. ഇപ്പോൾ ഇതാ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അന്ത്യം കുറിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. ഗാസയിൽ നിന്ന് ഹമാസ് എന്ന ഭീകര സംഘടനയെ എന്നേക്കുമായി തൂത്തെറിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന. ഹമാസിന്റെ പൂർണ്ണമായ അന്ത്യം, സമ്പൂർണ്ണ അന്ത്യം കാണുന്നതിനുള്ള അവസാനവട്ട യുദ്ധത്തിലാണ് ഇസ്രായേലി സേന. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെ നോർത്തേൺ ഗാസയിൽ ഇസ്രായേലി സേന വധിച്ചത്. അതിന് പിന്നാലെ ഖാൻ യൂനിസിന് സമീപമുള്ള 5 കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ ടണൽ ഇസ്രായേലി സേന തകർത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഗാസയിൽ ഇനി മനുഷ്യവാസമില്ലാത്ത ഒരു ഭൂപ്രദേശമായി ഗാസ മാറും. ഗാസയിൽ ഇനി ഒരു മനുഷ്യവാസം ഉണ്ടാകണമെങ്കിൽ പതിറ്റാണ്ടുകൾ എടുക്കുമെന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം അത്രത്തോളം ഗാസ എന്ന നഗരത്തെ, ഗാസ എന്ന ഭൂമിയെ ഉഴുതുമറിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന. ബോംബുകൾ വർഷിച്ചുകൊണ്ട്, കെട്ടിടങ്ങളെ തകർത്തുകൊണ്ട്, അത് ഭൂഗർഭ ടണലുകൾ തകർത്തുകൊണ്ട് വെറും ഒരു മാലിന്യ കൂമ്പാരമായി ഗാസ എന്ന ഭൂപ്രദേശം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു ഈ ഭൂഗർഭ ടണലുകൾ. ആ ഭൂഗർഭ ടണലുകളിൽ 95% ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കി. ഇനി അവശേഷിക്കുന്നത് 5% താഴെ ഭൂഗർഭ ടണലുകൾ മാത്രമാണ്.